നമസ്കാരം. ജൂൺ 2-നുള്ള വ്യാഴത്തിന്റെ കർക്കിടകം രാശിയിലേക്കുള്ള മാറ്റം പലരും ഒരു ആശങ്കയോടെ നമ്മളെ സമീപിക്കുകയാണ്. അതായത് വ്യാഴം തന്റെ ഉച്ചരാശിയായ കർക്കിടക രാശിയിൽ വരുമ്പോൾ പലരും പറയുന്നു അത് ദോഷകാഠിന്യം, അതായത് ദോഷം ഉണ്ടാവില്ല, ദോഷം അനുഭവിക്കേണ്ട സാഹചര്യം ഈ വർഷക്കാലം ഉണ്ടാവില്ല എന്ന് പല സോഷ്യൽ മീഡിയയിൽ കാണുന്നതായി പറയുന്നുണ്ട്. അതായത് ചില നക്ഷത്രക്കാർക്ക് വ്യാഴം ഇപ്പോൾ അനിഷ്ടഭാവത്തിൽ വരുമ്പോൾ, ദുസ്ഥാനത്ത് വരുമ്പോൾ, ഈ ഒരു വർഷക്കാലം വ്യാഴം ഉച്ചരാശിയായ കർക്കിടക രാശിയിൽ നിൽക്കുമ്പോൾ ദോഷകാഠിന്യം അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് പല ആചാര്യന്മാരും പറയുന്നത്. വ്യാഴത്തിന് ഓരോ ഭാവത്തിനും അതിൻ്റെ ആക്ടിവേഷൻ ഉണ്ട്. വ്യാഴത്തിന് ഇഷ്ടഭാവങ്ങൾ 2, 5, 7, 9, 11. ഈ ഇഷ്ടഭാവത്തിൽ വ്യാഴം വരുമ്പോൾ മാത്രമേ വ്യാഴത്തിന് ഗുണഫലങ്ങൾ നൽകുവാൻ സാധിക്കുകയുള്ളൂ. മറ്റ് അനിഷ്ടഭാവങ്ങളായ 1, 3, 4, 6, 8, 10, 12 ഇതെല്ലാം വ്യാഴത്തിന്റെ അനിഷ്ടഭാവങ്ങളാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള വ്യാഴത്തിന് മോശം സ്ഥാനം എന്ന് പറയുന്നത് 3, 6, 8, 12 ഭാവങ്ങളിൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ദോഷഫലങ്ങൾ ആ കൂറുകാർ അനുഭവിക്കേണ്ടതായ അവസ്ഥ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. നിങ്ങൾ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു ജോലിയിൽ ഒരു പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ പല തസ്തികകൾ ഉണ്ടാകാം. അതായത് ഒരു ക്ലർക്ക് മുതൽ ഓഫീസർ വരെ ഉള്ള തസ്തികയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ക്ലർക്കിന്റെ ഡ്യൂട്ടി നിങ്ങൾക്ക് ഓഫീസറിന് ചെയ്യാൻ പറ്റുമോ? ഓഫീസറിന്റെ ഒരു ഡ്യൂട്ടി ക്ലർക്കിന് ചെയ്യാൻ സാധിക്കുമോ? ഓരോരുത്തർക്കും അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ ആ സ്ഥാനത്ത് കയറിയിരിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ വ്യാഴം ഏത് സ്ഥാനത്തിനാണ്, ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, അതിൻ്റെ ആക്ടിവേഷനെ ആ ഗ്രഹത്തിന് നൽകുവാൻ സാധിക്കുകയുള്ളൂ. വ്യാഴം ഉച്ചനായി കഴിയുമ്പോൾ ശരിക്കും ബലവാനാണ്, കുറച്ചും കൂടി ബലവാനാണ്. അപ്പോൾ ദോഷകാഠിന്യം അനുഭവിക്കുന്നവർക്ക് കാഠിന്യം കൂടുതലും, നല്ല സ്ഥിതിയിൽ വ്യാഴം വരുന്നവർക്ക് നല്ലൊരു അനുഭവ ഗുണങ്ങൾ തന്നെ ഈ ഒരു വർഷക്കാലം അനുഭവിക്കേണ്ടി വരുന്നു. ഇതിപ്പോൾ ചാരവശാലുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. മറ്റ് അവരുടെ ജാതകം കൂടി മനസ്സിലാക്കി, ഇപ്പോൾ അഷ്ടമത്തിൽ ഒരു വ്യാഴം വരുന്ന ഒരു ജാതകനെ സംബന്ധിച്ച് ഈ അഷ്ടമത്തിൽ ചാരവശാൽ വ്യാഴമാറ്റവും കൂടി വരുമ്പോൾ അവർക്ക് ഇരട്ടിയായിട്ട് ആ ദോഷകാഠിന്യം അനുഭവിക്കേണ്ടതായി വരുന്നു. എപ്പോഴും ചാരഫലം പൊതുവായ ഒരു ഫലമാണ്. ജാതകം കൂടി മനസ്സിലാക്കി എത്രത്തോളം കാഠിന്യം ഉണ്ടാകും എന്ന് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ, മോശസ്ഥിതിയിൽ വരുമ്പോൾ ഈ ഒരു വർഷക്കാലം വ്യാഴം ഉച്ചനായതുകൊണ്ട് തന്നെ അതിനെ ദോഷകാഠിന്യം അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ തെറ്റായ ഒരു ചിന്ത ഉണ്ടാകേണ്ടതില്ല. വ്യാഴം മോശസ്ഥിതിയിൽ വരുന്ന കൂറുകാർ തീർച്ചയായും
ദോഷപരിഹാരം തേടേണ്ടതാണ്. ഏതൊക്കെ കൂറുകാരാണ് ഈ ദോഷകാഠിന്യം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കി തരാം.